ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിങ്ങനെ നദികളെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നദികളെ കുറിച്ച് പിന്നെ 3 നദിയെ കുറിച്ച് ഇടപെട്ട 3 ഭാഗമാണ്. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തില് 10-ാം വാക്യം. തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പിശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലവും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗിഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദേക്കൽ എന്ന് പേർ. അത് അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദി ഫ്രാത്താകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടി ഹല്ലേലൂയ. ഇവിടെ ദൈവം ഒരു തോട്ടം ഉണ്ടാക്കിയ തോട്ടം നനപ്പാൻ ഏതെന്നൊരു നദി പുറപ്പെട്ടു. അവിടെ പറഞ്ഞത് തോട്ടം നനപ്പാൻ ഏതെങ്കിലും നദി, തോട്ടം അവിടെ നിൽക്കുന്ന ഏതെങ്കിലും തോട്ടമാണെന്ന് നമുക്കറിയാം പക്ഷെ ആ നദി 4 ശാഖകളായി പിരിഞ്ഞ് 4 ദേശത്തേക്ക് പോകുന്നതായിട്ട് കാണും. പക്ഷെ ഇവിടെ ആ നദി ചെല്ലുന്നിടത്തൊക്കെയും അവിടെ നമ്മൾ കാണുന്നുണ്ട് മേൽത്തരം പൊന്ന്, ഗോമേതകം, അങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണും. അപ്പം ബൈബിൾ നദിയെ റെപ്രസെന്റ് ചെയ്ത് ദൈവത്തിന്റെ ജീവനായിട്ടാണ്, ദൈവത്തിന്റെ വലിയ പ്രസൻസ് ആയിട്ടാണ് ലൈഫ് ഗിവിംഗ് പ്രസൻസ് എന്നാണ് നദിയെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ നദി പോകുന്നിടത്തൊക്കെയും ഹല്ലേലൂയ, അവിടെയൊക്കെയും ഇത് ആ പോകുന്ന പ്രവൃത്തി എന്താ ചെയ്യുന്നത്? ലൈഫ് കൊടുത്തുകൊണ്ട്, ജീവൻ കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് അവിടെ മേൽത്തരമായ പൊന്ന്, ഗോമേതകം, ഇങ്ങനെ സ്ഥലം. അപ്പൊ ഇത് ഒഴുകുന്നിടത്തൊക്കെ, ഇത് ഒഴുകി ചെല്ലുന്നിടത്തൊക്കെയും ജീവനില്ലാത്തതൊക്കെ ജീവൻ വെക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്ന എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും നദിയെ കുറിച്ച്, ഈ നദി ഈ രണ്ടിടത്ത് പറഞ്ഞിരിക്കുന്നത് ഒരേ നദിയെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം എടുത്ത സിസ്റ്റർ 22-ാം വാക്യം വായിച്ചിട്ട് പ്രവേശനത്തിലേക്ക് വരും. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇവിടെ പറയുന്ന വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്നത് പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ അവിടെ കാണിച്ചു. കാണിച്ചു. അപ്പൊ ആ നദിക്ക് പറയുന്നത് ജീവജല നദി എന്ന് തന്നെ. അപ്പൊ ജീവൻ കൊടുക്കുന്ന നദിയാണ്. അപ്പൊ ആ നദിയുടെ പ്രത്യേകത ഇവിടെ പറയുന്നത്, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്ന വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുന്നു. അപ്പൊ ഈ നദി 12 മാസവും പലവിധ ഫലമാണ് കായ്ക്കുന്നത്. പക്ഷെ അപ്പൊ അത് ഞാൻ പറയുന്നത് 12 മാസം അത് ഫലം കായ്ക്കുന്നു. ഈ നദി ചെല്ലുന്നിടത്തുള്ള പ്രത്യേകത 12 മാസം അത് അവിടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന വൃക്ഷങ്ങൾ 12 മാസവും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ. അതുകൊണ്ട് ആ നദി ഒഴുകി ചെല്ലുന്ന സ്ഥലത്തുള്ള പ്രത്യേകത. ഇനി നമുക്ക് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോയിട്ട് നമുക്ക് പുതിയ ദൈവത്തിൽ പോയാൽ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ലാസ്റ്റ് 47 തോന്നുന്നുണ്ട്. 47-ാം അധ്യായം ഒന്നടങ്ങി വായിച്ചു. ഒന്നും അടങ്ങി വായിക്കേണ്ട, ഒന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ വായിച്ചു. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി.
വെള്ളം വലത്ത് ഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴ നടന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളവും ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളവുമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളവുമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുപോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്തെ മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളിച്ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നത് കൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ എൻഗതി മുതൽ എഗ്ലയും വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുവടനയ്ക്കായി വിട്ടേക്കും. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത്, ഇവിടെ നമ്മൾ ആദ്യം വായിച്ച ഇത് വിട്ടിട്ട്, അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര കണ്ടു വെച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടക്കി ചെല്ലുന്നു. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നതുണ്ട്. അപ്പോൾ അവൻ എന്നോട് അറിയിച്ചത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിൽ കൂടി പുറപ്പെട്ട് അരാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന വെള്ളം കടലിൽ വിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. ഹല്ലേലൂയ. എന്നിട്ട് എന്താ പഥ്യമായി? എന്നാൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തേക്ക് അത് പഥ്യമായി തീർന്ന സകലവും ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവൻ വയ്ക്കുന്നതാണ്. സകല പ്രാണികളും ജീവിച്ചപ്പോ ഈ നദിയുടെ പ്രത്യേകത, ഹല്ലേലൂയ, ചലിക്കാൻ ഈ നദി ചെല്ലുമ്പോൾ ചലനം ഉണ്ടെങ്കിൽ ചലിക്കുന്ന എല്ലാം ജീവൻ വയ്ക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ നദി ചത്തിരിക്കുന്നതിന് ജീവനൊക്കെ നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരല്പമെങ്കിലും ജീവൻ അല്ലെങ്കിൽ ചലനം ഉണ്ടെങ്കിൽ, ചലിക്കാൻ റെഡിയാണെങ്കിൽ, ഈ നദി ചെല്ലുന്ന സമയത്ത് ചലിക്കാൻ റെഡിയാണെങ്കിൽ അത് ജീവൻ വയ്ക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറഞ്ഞത്, അവിടെ എന്നാൽ ഈ ചേരുന്നിടത്തേക്ക് ചലിക്കുന്ന സകല പ്രാണി ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. അപ്പൊ ഈ വെള്ളം ചെന്നത് കൊണ്ടാണ് അവിടെ അത്രത്തോളം മത്സ്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇത് ജീവൻ കൊടുക്കുന്നതായതുകൊണ്ട് മത്സ്യം ഉണ്ടാകുന്ന വെച്ചാൽ പുതിയ ജീവൻ ഉണ്ടാകുക ചെയ്യുന്നത്. കാലയിൽ ഏറ്റവും അധികം മത്സ്യം ഉണ്ടാകുന്ന വെച്ചാൽ പുതിയ മത്സ്യങ്ങൾ ഉണ്ടാകണമല്ലോ, പുതിയ ജനനം നടക്കണമല്ലോ, പുതിയ ജീവൻ വരും അവിടെ, പുതിയ ജനനങ്ങൾ നടക്കും അവിടെ. കാലയിൽ ഏറ്റവും വലിയ മത്സ്യങ്ങളുണ്ട്. അത് ഈ നദി ചെന്ന് ചേർത്തേക്ക് അത് പഥ്യമായത് സകലവും ജീവിക്കും. അപ്പം ഇത് ഈ ലിവിങ് വാട്ടർ അല്ലെങ്കിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ നദി ചെന്ന് കഴിഞ്ഞാൽ അവിടെ സകലതും ജീവിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കരയിൽ എൻഗതി മുതൽ എന്നെഗ്ലയും വരെ മീൻ പിടിക്കാതെ നിന്ന് വല വീശും. അതിൽ മത്സ്യം മഹാസമുദ്രത്തിൽ മത്സ്യം പോലെ വിവിധ ജാതി അസംഖ്യമായിരിക്കും. എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി തരും ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. അപ്പൊ ചേറ്റുകണ്ടങ്ങൾ ചേറി പിടിച്ച് ചെള്ളിപ്പിടിച്ച് കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ അത് അങ്ങനെ തന്നെ വിട്ടേച്ചു പോകും. ഹല്ലേലൂയ. അപ്പൊ അവിടെ അതിനൊരു ചലനം ഉണ്ടാകത്ത. അതുപോലെ തന്നെയാണ് ഈ നദി എത്രയൊക്കെ ഒഴുകി വന്നാലും ചില സ്ഥലങ്ങളിൽ ചതുപ്പ് പോലെ ഒന്നും വിളയിക്കാൻ കൊള്ളാത്ത ചേറുകണ്ടങ്ങൾ പോലെ കിടക്കുന്നതിനെ ഒന്നിനെയും മാറ്റത്തില്ല.
ഹാലേലിയ. നമ്മള് ഇവിടെ ഈ നദിയെ ഹാലേലിയ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പം അത് എന്താണെന്ന് നമുക്ക് കൃത്യമായി അപ്പൊ ഇത് ചെന്ന് ചേരുന്ന അപ്പൊ ഇതിനെ എന്താ ശകലമെങ്കിലും ജീവനുണ്ട്, നമ്മൾ ചലിക്കാൻ റെഡി ആണെങ്കിൽ ഇത് ചലിപ്പിക്കും ഹാലേലിയ, ഇത് ജീവൻ കൊടുക്കും ഹാലേലിയ എന്നാ പറയുക. പക്ഷേ ചേറ്റുകണ്ടകൾ പോലെ കിടക്കുന്നതിനേക്കാൾ അങ്ങനെ തന്നെ വിട്ടേച്ചും തുടക്ക പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഹാലേലിയ. അടുത്തത് നദീതീരത്ത് ഇക്കരെയോ അക്കരെ തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മതത്തെ ഒഴുകി വരുന്നുണ്ട്, അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. ഇത് തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഫലം കായ്ക്കും, ഫലമില്ലാതെ പോകത്തില്ല, ഇതിൽ മാസം തോറും പുതിയ ഫലം കായ്ക്കും. ഹാലലൂയ. അപ്പൊ ഈ നദി ചെന്ന് ചേരുന്നതിന്റെ സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ കാര്യം പറയുന്നത് ഹാലലിയ. അമ്മയും നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നമ്മൾ ആറ്റിരിക്കും നട്ടിരിക്കും തക്കുകാലത്ത് ഫലം കായ്ക്കും, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ നദി ചെല്ലുന്ന സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ പ്രത്യേകതയാണ് അത് 12 മാസവും ഫലം കായ്ക്കും, അതിൽ ഫലമില്ലാതെ പോകത്തില്ല, അത് ഓരോ മാസം പുതിയ ഫലം കായ്ക്കും. പണ്ട് കായ്ച്ചത് തന്നെയല്ല, പുതിയ പുതിയ ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നത്. കാര്യം ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. നദിയത്ത് ഇക്കരെ അക്കരെ തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും ഉള്ളപ്പം ആ ഫലത്തിന്റെ പ്രത്യേകത ഉണ്ട്, അത് മറ്റുള്ളവർക്ക് തിന്നാൻ കഴിയുന്ന ഫലമായിരിക്കും. രണ്ടാമത് പറയുന്നത് അവയുടെ ഇല വാടുകയില്ല. കാരണം എന്താ, ഈ നദിയില് ആ ജീവജല നദി ഒഴുകുന്ന സൈഡിൽ നിൽക്കുന്ന മരങ്ങളാണ്, അതുകൊണ്ട് അതിന്റെ ഇല വാടിപ്പോകത്തില്ല. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് ഫലമില്ലാതെ പോവുകയില്ല. അപ്പൊ ഈ നദി ഒഴുകുന്നിടത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ പ്രത്യേകത ഫലമില്ലാതെ പോകത്തില്ല. അവര് വെറുതെ ഡെഡായി ഹാലേലി അല്ലെങ്കിൽ ഫലമില്ലാതെ നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന ചില വൃക്ഷങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഫലം കായ്ക്കും, ചിലപ്പോൾ ഫലം കായ്ക്കാതെ നിൽക്കും. ഹാലലൂയ. അപ്പൊ അങ്ങനെ നിൽക്കത്തില്ല ഇത്. അടുത്ത് പറയുന്നത് അതിലെ വെള്ളം വിശുദ്ധമെന്ന് ഒഴുകി വരുന്നുണ്ട്, അപ്പൊ മാസം തോറും പുതിയ ഫലം കായ്ക്കും. ഈ വെള്ളം എവിടുന്നാ? വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് മാസം തോറും പുതിയ ഫലം കായ്ക്കും. പണ്ട് കായ്ച്ചതല്ല, പുതിയ പുതിയ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹാലലൂയ. അടുത്ത് പറയുന്നത് അവയുടെ ഫലം തിന്മാനും അവയുടെയുള്ള ചികിത്സയ്ക്കും ഉതകും. അപ്പൊ അത് മറ്റുള്ളവർക്ക് കഴിക്കാനും മറ്റുള്ളവർക്ക് ചികിത്സയ്ക്ക് എന്ന് വെച്ചാൽ രോഗശാന്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹാലേലിയ ഫലമായിരിക്കും. അപ്പൊ ഈ വൃക്ഷം ആരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ശമരിയാക്കാത്ത സ്ത്രീയടുത്തേക്ക് ചെന്ന യേശു കർത്താവ് വെള്ളത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് അത്. വെള്ളം കോരാൻ ചെന്ന ഹാലലി യേശു കർത്താവ് അവിടെ പറയുന്ന അവളോട് പറയുന്നത്, ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കലത് ആ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. അപ്പൊ നമുക്ക് ദൈവം തരുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിത്യജീവനിലേക്ക് പൊങ്ങുന്ന നീരുറവയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പോയി കഴിഞ്ഞാൽ 37 തുടങ്ങിയിട്ട് വാക്യം ഒന്ന് വായിക്കാവോ? എന്ത് വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തിരസ്കരിക്കപ്പെട്ടിരിക്കലാകിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അവിടെ അടുത്ത സ്ഥലത്ത് ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാൾ, മഹാദിനം ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹാലലൂയ. അപ്പം ഹാലേലി അവിടെ യേശു കർത്താവ് പറയാം, ദാഹമുള്ളവരൊക്കെ എന്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ തരാം. നിങ്ങളിത് കുടിക്കാൻ തന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ നദികളൊക്കെ ദൈവത്തിന്റെ ജീവനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന, ലൈഫ് ഗിവിംഗ് വാട്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ പഴയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിലും ഒഴുകുന്ന ഒരു നദി ആലയത്തിന്റെ ഉമ്മറപ്പടി വാതിൽക്കൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയെ കുറിച്ച് ഏതിന് ദൈവം സൃഷ്ടിച്ചൊരു നദിയെ
നദിയെ കുറിച്ചൊക്കെ കണ്ട്. ഈ നദികളുടെ പ്രത്യേകത അത് ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ഹല്ലേലൂയ ജീവനില്ലാത്ത പ്രാണികൾ, ജീവനുള്ള സകല പ്രാണികളെ ജീവൻ വെച്ച് എഴുന്നേക്കും. അവിടെ നിൽക്കുന്ന വൃക്ഷമൊക്കെയും അവിടെ നല്ല മത്സ്യങ്ങൾ ഉണ്ടാകും, നല്ല പൊന്നുണ്ടാകും, ഗോമേതകം ഉണ്ടാകും. എന്ന് വെച്ചാൽ എവിടെ എന്തൊക്കെ ഉണ്ടോ അതിനെ എല്ലാം ജീവൻ കൊടുത്ത് വർദ്ധിപ്പിച്ച് അതിനെ എല്ലാം അതിന്റെ നല്ല ഒരു എന്താ വെച്ചാ നമ്മള് വളരെ പെര പോലെ ഇരുന്നതിനൊക്കെ നല്ല പെരുത്ത മത്സ്യമാക്കിയൊക്കെ മാറ്റുന്ന പോലെ അല്ലെങ്കിൽ കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇത്. പക്ഷെ അവിടെ രണ്ടിടത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മാസം തോറും ഫലം അത് പുതിയ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം ജീവജലത്തിന്റെ നദികളെ നമുക്ക് തന്നു, നമുക്ക് കുടിക്കാൻ തന്നു. ഈ ജീവജലത്തിന്റെ നദി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുടിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങാനുള്ളതല്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഇല വാടാത്ത വൃക്ഷം പോലെ നമ്മൾ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഇലകളൊന്നും വാടിപ്പാൻ പാടില്ല. നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. അത് മാസം തോറും പുതിയ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, ഞാൻ പോയ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സകലത്തിലും വഴി നടത്തുന്ന എല്ലാം പറഞ്ഞു, സകല സത്യത്തിലും വഴി നടത്തെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ ചെയ്താൽ അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇന്ന് വരെ നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവർത്തികൾ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ആയിരിക്കുന്ന എന്തിലാന്ന് ചോദിച്ചാൽ ഇത്രയും നാളും നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും ഉള്ള എക്സ്പീരിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷേ യേശു കർത്താവ് പറഞ്ഞത് ഞാൻ ചെയ്തതിൽ അധികം ചെയ്യുമെന്ന് പറയുന്നത് ഈ അധികത്തിൽ ഇന്ന് വരെ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അറിയണം. ഇല്ലേ? അതോ ഇന്നലകളിൽ അപ്പോസ്തലന്മാര് പ്രവർത്തിച്ച് മറ്റുള്ളവർ പ്രവർത്തിച്ച് നമ്മളും ഇനി അങ്ങനെയൊക്കെ തന്നെ അതിന്റെ കുറച്ചൊക്കെ ചിലപ്പോൾ കൂടിയും കുറഞ്ഞുള്ള വേഷനിലൊക്കെ പ്രവർത്തിച്ച് പോകാമെന്നാണ്. പക്ഷേ പുതിയ ഫലം മാസം തോറും പുതിയ ഫലം കായ്ക്കണമെങ്കിൽ പണ്ട് കായ്ച്ച ഫലത്തിന് പുതിയ ഫലമൊന്നും പറയത്തില്ല. പറയോ? എനക്കൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പം പുതിയ ഫലം നമ്മളിൽ നിന്ന് കായ്ക്കണമെങ്കിൽ നമ്മളിൽ കിടക്കുന്ന ഈ ജീവജല നദി നമ്മളുടെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന ജീവജലത്തിന് ഇപ്പൊ ഞാൻ എപ്പോഴും പറയും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ഈ പരിശുദ്ധാത്മ എന്തായിട്ടാണ് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഒരാളിലേക്ക് ഒരു ആത്മ പകർച്ച നടക്കുന്നത് വെച്ചാൽ അതൊരാത്മാവിനെ തന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മൾ കൈവെക്കുമ്പോൾ ഒരാളുടെ മേലേക്ക് ആത്മാവ് പകരുന്നെങ്കിൽ അതെ. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, എന്റെ കൈവെപ്പിനാൽ വീണ നിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചു കൊള്ളണം. അപ്പൊ അവിടെ കൃപാവരങ്ങൾ കൈവെപ്പിനാൽ പകരപ്പെടുമെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ കൃപാവരങ്ങൾ പകരപ്പെടും. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ കൈവെച്ച രോഗികൾ സൗഖ്യമാകും. എന്ന് പറഞ്ഞാൽ ഒരു രോഗശാന്തിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിലൂടെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. നമ്മൾ കൈവച്ച് നമ്മൾ ചില ആൾക്കാർ ഭയങ്കര കടഭാരത്തിൽ പ്രയാസത്തിൽ നമ്മൾ ചെന്നിട്ട് ഇവിടെ യേശുവിന്റെ നാമത്തെ കടഭാരം മാറട്ടെ എന്ന് പറയുമ്പോൾ അവർ ഡെലിവർ ആകുന്നെങ്കിൽ അവിടെ നമ്മൾ പുറപ്പെടുന്ന ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത് അതായിട്ടാണ് വെളിപ്പെടുന്നത്. നമ്മുടെ ദൈവത്തോട് മോശ ചോദിക്കുന്നുണ്ട്, ദൈവമേ നീ ആരാന്ന് ചോദിച്ചോ പറയുന്നത്, അല്ലെങ്കിൽ നീ ആരാന്ന് പറയണമെന്ന് വെച്ചപ്പോ ഞാനാകുന്നു എന്ന് മറുപടി പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ എന്താണ് ഞാൻ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നീ ചെല്ലുന്ന സ്ഥലത്ത് നിനക്ക് ഞാൻ എന്തായിട്ട് വെളിപ്പെടണം അതായിട്ട് ഞാൻ വെളിപ്പെടും. ഒരു സൗഖ്യം വേണമെങ്കിൽ ആ സൗഖ്യമായിട്ട് ഞാൻ വെളിപ്പെടും. നിനക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ ആ പ്രൊവൈഡറായിട്ട് വെളിപ്പെടും. നിനക്ക് സമാധാനം വേണമെങ്കിൽ ഞാൻ സമാധാനമായിട്ടാണ് വെളിപ്പെടാൻ പോകുന്നത്. നിനക്ക് ഒരു പരാജയമാണെങ്കിൽ നിനക്കൊരു ജയമായിട്ടാണ് ഞാൻ വെളിപ്പെടും. അപ്പൊ നമുക്ക് എന്തായിട്ടാണോ ദൈവം വെളിപ്പെടേണ്ടത് അതായിട്ട് ദൈവം വെളിപ്പെടുമെങ്കിൽ ഈ നദിയുടെ പ്രത്യേകത നമ്മൾ ചെല്ലുന്നിടത്ത്, നമ്മൾ നിൽക്കുന്നിടത്ത്, നമ്മൾ പോകുന്നിടത്ത് അവിടെ ഇരിക്കുന്നവർക്ക് എന്തായിട്ടാണോ ഇത് വേണ്ടത് അതായിട്ട് വെളിപ്പെടണം. ആ ഫലം നമ്മളിൽ നിന്ന് കായ്ക്കണം. ഞാൻ പറയുന്നത് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഈ നദി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇത്രയും നാൾ കേട്ടതുപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കൈവച്ച് ഒരാൾക്ക് വേണ്ടി രോഗി സൗഖ്യമായി, നദി പുറപ്പെട്ടു.
ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരാൾ മരിച്ചു കിടക്കുകയാണ്, അയാൾ ഉയർത്തെഴുന്നേക്കണമെങ്കിൽ നമ്മൾ ഈ നദി തന്നെ, നമ്മൾ മറ്റൊന്നും അല്ല അവിടെ ചെന്ന് പുറപ്പെടുന്നത്. നമ്മൾ ഇന്ന് പുറപ്പെടുന്ന വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവഴുത്ത് പറഞ്ഞ ജീവജലത്തിന്റെ നദി എന്ന് പറയുന്ന ഈ പരിശുദ്ധാത്മ ശക്തി തന്നെയാണ് ഈ പുറപ്പെടുന്നത്. ഈ പരിശുദ്ധാത്മ ശക്തി എങ്ങനെയൊക്കെ പുറപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണോ അവിടെ പരിവർത്തിക്കേണ്ടത് അങ്ങനെ തന്നെ അത് പുറപ്പെടും. നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചിലപ്പോൾ പല അത്ഭുതങ്ങളും നടക്കും. കാരണം യേശു കർത്താവ് ശിഷ്യന്മാർ അതുവരെ കണ്ടിട്ടില്ല ആരും വെള്ളത്തിന്റെ മീതെ നടക്കുന്നത്. അവരുടെ എക്സ്പീരിയൻസിലെല്ലാം മോശ കര നീട്ടിയപ്പോൾ ചെങ്കടൽ പിളർന്നു, പെട്ടകം വെച്ച പുരോഹിതന്മാർ കാല് വെച്ചപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു. ഏലിയാവ് പുതപ്പെടുത്തടിച്ചപ്പോൾ യോർദാൻ പിരിഞ്ഞു, ഏലീശ പുതപ്പെടുത്ത യോർദാൻ പിരിഞ്ഞു. ഇങ്ങനെ നദികളെ പിരിച്ച് അപ്പുറം കടന്നത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, അവർ കേട്ടിട്ടുള്ളൂ, അവർ അറിഞ്ഞിട്ടുള്ളൂ. അത്രയുള്ള നാളിലെ അവർ കേട്ടറിവും കണ്ടറിവും എക്സ്പീരിയൻസ് എല്ലാം വെച്ച് അങ്ങനെ മാത്രമേ കേട്ടു. അതുകൊണ്ടാണ് യേശു കർത്താവ് എന്താ 4-ാം യാമത്തിൽ ആ സമുദ്രത്തിന് മീതെ നടന്നു വന്നപ്പോൾ ഇവര് ഭൂതം എന്ന് വിളിക്കാൻ കാരണം അവരുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ ആരും പ്രവർത്തിച്ചിട്ട് ഇല്ല ഇതുവരെ. അപ്പൊ അവിടെ ഒരു പുതിയ പ്രവർത്തനം. അപ്പൊ എന്താ വെച്ചാൽ അവരുടെ തലയിൽ അവരുടെ ചിന്താ മണ്ഡലത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുക, ഇത്രത്തോളം മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ, ദൈവത്തിന്റെ ശക്തി ഇത്രത്തോളം ഉള്ളൂ, അല്ലെ ഇത്രത്തോളം ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കൂ എന്ന് ചിന്തിച്ചിരുന്ന മേഖലയിലാണ്. അതിനെ പൊളിച്ചുകൊണ്ടാണ് യേശു കർത്താവ് സമുദ്രത്തിന്റെ മീതെ നടന്നത്. ഹല്ലേലൂയ. അപ്പൊ അത് നടന്നപ്പോൾ പ്രതികൂലത്തിനെ ചവിട്ടിക്കൊണ്ട് നടക്കുന്നത്, പ്രതികൂലത്തെ മാറ്റി സകലം മുൻപോട്ട് പോയപ്പോൾ യേശു കർത്താവ് പ്രതികൂലത്തെ മാറ്റിയിട്ട് പോയല്ല കാണിച്ച, പ്രതികൂലത്തെ ചവിട്ടിക്കൊണ്ട് വരുന്നത് കാണിച്ചു. അതിന്റെ മേൽ ചവിട്ടിക്കൊണ്ട് മുൻപോട്ട് വരുന്നത് കാണിക്കണേ. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ നമ്മളും കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതുമായ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. അപ്പൊ നമ്മുടെ വിചാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇങ്ങനെ ഒന്നും അല്ലാതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം ഈ നദിക്കുള്ള പ്രത്യേകതയാണ് ഇത് പുതിയ പുതിയ ഫലങ്ങൾ കായ്ച്ചുകൊണ്ടേയിരിക്കും. പുതിയ ഫലം ഇപ്പൊ നമുക്ക് പറയാം, ആത്മാക്കളെ നേടുന്നത് പുതിയ ഫലം കായ്ക്കുന്ന, പുതിയ പുതിയ ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് അത് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല. അപ്പൊ നമ്മൾ ഈ നദി ഉണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നാളുള്ള എക്സ്പീരിയൻസ് വെച്ച്, നമ്മൾ ഇത്രയും നാളുള്ള നമ്മുടെ അറിവ് വെച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യരുത്. നമ്മളിലുള്ള ആത്മാവ് തന്നെയാണ് ഈ നദി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായി പറഞ്ഞ യേശുക്കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവർ എന്റെ അടുക്കിലേക്ക് വരുവെന്ന് പറഞ്ഞിട്ട് കുടിപ്പാൻ തരാം, അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ തിരുവഴുത്ത് പറഞ്ഞ ജീവജല നദികൾ ഒഴുകും. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയും പറഞ്ഞു. അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ യേശുക്കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ മേൽ വന്നിട്ടില്ല. അപ്പൊ വന്ന പരിശുദ്ധാത്മാവ് നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ യേശുക്കർത്താവ് ചെയ്തതിനെക്കാട്ടി അധികം ശിഷ്യന്മാർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ആരോ പറഞ്ഞതുപോലെ ഇന്ന് പ്രാർത്ഥിച്ച് പറയുന്നത് കേട്ടായിരുന്നു. പത്രോസിന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായതുപോലെ പൗലോസ് റൂമാൽ പോയി രോഗിയെ സൗഖ്യമാക്കിയതുപോലെ എന്ന് ആരെന്നല്ല രാത്രി പറഞ്ഞു, ആരോ പറഞ്ഞു ഞാനത് കേട്ടപ്പോഴാണ് ഇതിന്റെ ഉള്ളിലേക്കോ അത് പോയി സൗഖ്യമാക്കിയതുപോലെ. അപ്പൊ അങ്ങനെ അന്ന് അതുപോലെ യേശു കർത്താവിന്റെ പരിശുദ്ധാത്മ യേശു കർത്താവ് അങ്ങനെ ഒന്നും പ്രവർത്തിച്ച് നമ്മൾ കണ്ടില്ല. പക്ഷേ പരിശുദ്ധാത്മ ശക്തി വന്നപ്പോൾ പരിശുദ്ധാത്മ ഒരു ഉള്ളി വന്നപ്പോൾ ഇവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നമുക്ക് അതിനെക്കാട്ടി അധികം ചെയ്യാൻ കഴിയില്ലേ? പരിശുദ്ധാത്മ പ്രവർത്തി നിന്നുപോയോ? പരിശുദ്ധാത്മ പുതിയതായിട്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ ഞാനിങ്ങനെ ഇരുന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം, ഞാനിപ്പോഴും ഈ ചോദ്യം ചോദിക്കൽ പരിപാടി ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ പറയും, നമുക്കൊരു നന്മ വരണമെങ്കിൽ അതിനൊരു മുഖാന്തരം വേണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അതിന് മുഖാന്തരം നമുക്ക് എന്താ? നമ്മുടെ വിശ്വാസത്തിൽ ഒന്നൊരു നല്ല ബിസിനസ് കിട്ടണം, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം, ഇല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് കൊണ്ടുതരണം, ദൈവം പറഞ്ഞിട്ടാണെങ്കിലും ആരെങ്കിലും നമുക്ക് വേണ്ടി സഹായിക്കണം. ഇത്രയൊക്കെ വഴിയല്ല നമുക്കൊരു നന്മ കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ വിചാരിക്കത്തോളും. ഇത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം പറഞ്ഞു, ദൈവത്തിന് മുഖാന്തരങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കൺഫ്യൂസ് ആയിട്ട് ഇതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ മറിയ ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് ദൈവം ഒരു ന്യൂസ് കാണിച്ചു തന്നു. ഞാൻ പല പ്രാവശ്യം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പൈൻസിൽ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനാണ്. അയാൾ വിശ്വാസിയായിരുന്നു. അയാളുടെ പറമ്പിൽ നിന്ന് ശവപ്പെട്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പാടത്തേക്ക് ആകാശത്ത് ഒരു ഉൽക്ക കഷ്ണം പൊഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ആ ഉൽക്ക കഷ്ണത്തിന് കോടികളുടെ വിലയുണ്ടായിരുന്നു. അപ്പൊ ദൈവം എന്നോട് ഈ ന്യൂസ് ഞാൻ കണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് വെച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ മുഖാന്തരങ്ങൾ ആവശ്യമുണ്ടോ?
ഹല്ലേലൂയ. ഇല്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് മുഖാന്തരങ്ങൾ ആവശ്യമില്ല. കാരണം ദൈവം സകല സൃഷ്ടിയുടെയും ദൈവമാണ്. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പറയുന്ന കണക്ക് മുഖാന്തരങ്ങളൊന്നും ആവശ്യമില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സകലത് ഉളവാക്കിയ ദൈവത്തിന് ഒരു വാക്കിനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനോ നമ്മുടെ വിഷയങ്ങൾ മാറ്റാനോ ഈ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കണക്കുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ദൈവത്തിന്റെ ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഈ ടൈമിൽ ഇപ്പൊ നമ്മളൊക്കെ കണ്ടേക്കുന്ന രോഗി സൗഖ്യം അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കണം, അല്ലെ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ ആരെങ്കിലും പ്രാർത്ഥിക്കും, ആരെങ്കിലും കൈവെക്കും, അല്ലെ ആരെങ്കിലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയും. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പ്രോസസ്സിങ്ങിലൂടെയൊക്കെയാണ് രോഗി സൗഖ്യമാകുന്നത് കാണുന്നത്. പക്ഷേങ്കിൽ ഞാൻ പറയും, അവരുടെ ടൈം ആണെങ്കിൽ ദൈവത്തിന്റെ ദൂതനെ അയച്ചു പോലും വിടുവിക്കും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ വിജയഞ്ചൽ പാസ്റ്റർ സാക്ഷ്യം മാത്രമേ കേട്ടിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പിളി എന്ന് പറഞ്ഞ സിസ്റ്റർ സാക്ഷ്യം കൂടെ കേട്ട്, പുള്ളിക്കാരി വയ്യാണ്ട്, നമ്മുടെ അനിൽ പാസ്റ്റർ വൈഫാണ്, വയ്യാണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. എഴുന്നേറ്റപ്പം മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് തറയെന്ന് വലിഞ്ഞ് എഴഞ്ഞ് എന്ത് ബാത്റൂമിൽ പോയി ദേഹം കഴുകിയിട്ട് അവര് വന്നിങ്ങനെ അവിടെ ഇരുന്നിട്ട് കരഞ്ഞ് കർത്താവേ എന്റെ ഈ അവസ്ഥയ്ക്ക് എന്നെ എന്തൊരു ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ നടു ഇതായിട്ട് എഴുതാക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയെ കിടക്കുന്ന സമയത്ത് അവര് പ്രാർത്ഥിച്ച്, കർത്താവെ നിന്റെ ദൂതനെ അയച്ച് എന്ന് ഇത്ര മാത്രം പറഞ്ഞപ്പോഴത്തേന് പെട്ടെന്നൊരു കാറ്റ് വീശുന്ന പോലെ കണ്ട് അപ്പൊ തന്നെ ആ നടുവേദന നടുവിന്റെ പ്രശ്നം ഡിസ്ക് കംപ്ലൈന്റ് ഒക്കെ ആയത് ഇങ്ങനെ തളർന്ന് കിടക്കുന്ന പോലെ, അതുപോലെ നടു എഴുന്നേക്കാൻ പറ്റത്തില്ല, എന്ന് വരാൻ പറ്റത്തില്ല, കിടപ്പിൽ കിടന്നുകൊണ്ടിരുന്നിടത്തുനിന്ന് ഹല്ലേലൂയ ആ സെക്കൻഡിൽ തന്നെ വിടുതൽ സംഭവിച്ചു എന്ന് പറയാനിടയായി. കാരണം കർത്താവെ എന്റെ അവസ്ഥ നിന്റെ ദൂതനെ എങ്കിൽ അയക്കാൻ പാടില്ലെന്ന് അത്രയും പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്ന കാറ്റടിച്ച് സൗഖ്യമായത് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ എല്ലാ ജീവിതത്തിലും നമ്മുടെയൊക്കെ ഇമാജിനേഷൻ, നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിൽ നമ്മൾ ആരെങ്കിലും ദൈവം വിടും, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും, എന്നിട്ട് നമുക്ക് സൗഖ്യം. പക്ഷേ നമ്മുടെ ആ സൗഖ്യത്തിന്റെ സമയം, വിടുതലിന്റെ സമയമാകുമ്പോൾ ആരും നമുക്ക് വേണ്ടി വരാനില്ലെങ്കിൽ, ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിൽ, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ദൈവം സ്വർഗത്തിൽ ദൂതനെ അയക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മറ്റൊരു ദൈവദാസന്റെ സാക്ഷ്യം കിട്ടിയതുപോലെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയതായിരുന്നു പുള്ളി. അദ്ദേഹം ചെന്ന് ഇങ്ങനെ കടലിലേക്ക് ചാടുമ്പോൾ അതുവരെ പുള്ളി പുറവശം എല്ലാം നോക്കി തിരിഞ്ഞൊക്കെ നോക്കി ആരെങ്കിലും കാണുന്നുള്ളത്, ആരും കാണുന്നില്ല ഉറപ്പ് വരുത്തിയിട്ടാണ് പുള്ളി ചാടാൻ തുടങ്ങിയത്. പുറകിൽ നിന്ന് കഴുത്ത് കോളറുമേ പിടിച്ച്, ഷട്ടത്തെ അല്ലാണ്ട് കോളറുമേ പിടിച്ചൊരു വലിയൊരു മനുഷ്യൻ പിടിച്ചിങ്ങോട്ട് താഴെ കിട്ടും. നോക്കിയപ്പോൾ ഒരിടത്ത് ഈ കടൽ അപ്പുറത്തൊക്കെ നിൽക്കുന്നത് സെക്യൂരിറ്റി ആണെന്ന് തോന്നി. സെക്യൂരിറ്റിയുടെ കണക്ക് യൂണിഫോം ഒക്കെ ഇട്ട്, പക്ഷേ അതിൽ സെക്യൂരിറ്റിയുടെ എപ്പോഴും നെയിം പ്ലേറ്റ് ഉണ്ട്, പക്ഷെ നെയിം പ്ലേറ്റ് ഇല്ല. പിടിച്ചിട്ടിട്ട് അയാൾ വലിച്ചു കൊണ്ടുവന്ന് വഴി കൂടെ ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് ഓട്ടോറിക്ഷ കയറ്റിട്ട് ഇയാളുടെ വീടിന്റെ കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. കാരണം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് നമുക്കറിയാം. ദൈവം നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ അയാൾ വിചാരിച്ച് എന്റെ ചുറ്റുപാടും ആൾക്കാരുണ്ടെങ്കിലാണല്ലോ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ എന്നൊക്കെ വെച്ചാൽ അത് ദൈവം ദൂതനെ അയക്കുന്നതാണെങ്കിൽ അതുപോലെ ഈ 2 എക്സാമ്പിൾ ഞാൻ പറയാൻ കാര്യം അതുപോലെ തന്നെ പരിശുദ്ധാത്മ പ്രവൃത്തികൾ നമ്മൾ കണ്ടതും കേട്ടതിലും ഒന്നും ഒതുങ്ങുന്നതല്ല. ഓരോ മാസവും പുതിയ ഫലം കായ്ക്കും. ശരിയാണ്, നമ്മൾ പുതിയ ആത്മാക്കളെ നേടണം. അതുപോലെ തന്നെ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഫലം എന്താണെന്ന് വെച്ചാൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിന് എന്തിനാ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു വെച്ചാൽ ഇത് വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കാനില്ല. നീ ഇതുമായി പുറപ്പെടണം. നീ ചെല്ലുന്നിടത്തൊക്കെയും ജീവനുള്ളതെല്ലാം പ്രാണികളെല്ലാം ജീവൻ വെക്കണം. അവിടെ ഉള്ളവരും അതിന്റെ ആ നദിയുടെ ആ തണുപ്പ് തട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒഴുക്ക് ചെല്ലുന്ന സമയത്ത് അവിടെയും വൃക്ഷങ്ങളൊക്കെ ഫലം കായ്ക്കണം. അവിടെയുള്ള മത്സ്യങ്ങളൊക്കെ വളരണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് അനേക ഇടങ്ങൾ ഇരുട്ടിലിരിക്കുന്നവർ വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ എന്താ വേണ്ടത്? അവരും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. ഈ ദിവസങ്ങളിൽ അനേക യൂത്ത് എനിക്കറിയാം ചെറുപ്പക്കാരായ പിള്ളേർ അവർക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവത്തിന് വേണ്ടി കത്തണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പലർക്ക്. പക്ഷേങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ പകർന്ന് അവരെ അതിനു വേണ്ടി പിടിച്ചു പുറത്തിറക്കി നിർത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് തയ്യാറാകുമ്പോൾ അനേക ഇടങ്ങളിലേക്ക് എന്താ സംഭവിക്കാൻ? ഈ കുഞ്ഞുങ്ങൾ ഈ പ്രാപിച്ചതും കൊണ്ട് വെറുതെ ചെന്നിട്ട് കാര്യമില്ല. ഈ പ്രാപിച്ചതും കൊണ്ട് അവർ അനേക ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ
ചിലപ്പോൾ അവർക്ക് അനേകരെ വിടുവിക്കാൻ കഴിയും. കാരണം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിലൊക്കെ പകരപ്പെട്ട ഈ ജീവജലത്തിന്റെ നദി ഇത് വേണ്ടുന്നത് പോലെ ഫലം കായ്ക്കുന്നുണ്ടോ? ഇത് ചെല്ലുന്നിടത്തൊക്കെ ജീവൻ കൊടുക്കുന്നുണ്ടോ? ഇത് അനേകർക്ക് ഫലം കായ്ക്കും, പുതിയ പുതിയ ഫലങ്ങൾ കായ്ക്കാനായിട്ടുള്ള വൃക്ഷങ്ങളായി നമ്മൾ മാറുന്നുണ്ടോ? അത് എന്ന് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ആ കായ്ച്ചില്ല, വേണമെങ്കിൽ എടുത്ത് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാണോ നമ്മൾ നിൽക്കുന്നത്? അതോ നമ്മൾ അതിന്റെ ഇല പോലും, ആ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ അതിന്റെ ഇല രോഗശാന്തിക്ക് ഉതകുന്നതാണ്. അപ്പൊ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാകട്ടെ, നമ്മുടെ പ്രസൻസ് ആകട്ടെ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രമാകട്ടെ, ഇതിലൊക്കെയും ഈ നദിയുടെ ജീവൻ ഒഴുകണം. ഈ ദിവസങ്ങളിൽ ആ ജീവൻ അത് വെളിപ്പെടണം. അതിനു വേണ്ടി മുൻപോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ചില മേഖലകളാണ് ഇന്ന് ആത്മമണ്ഡലത്തിൽ പലരും നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇതിനെ ജയിച്ച് എന്താണ് ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ നദിയെക്കുറിച്ച് വായിപ്പിച്ചതിന്റെ കാരണം, ഈ നദിയെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ നദിയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. അതിനെക്കാട്ടി വലിയൊരു നദിയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ആയി തീർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആറ്റരകത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ, ഇലവാടാത്ത വൃക്ഷം പോലെയാണോ നമ്മൾ നിൽക്കുന്നത്? ഇലക്കൊക്കെ ഇല വാടിയും കൊഴിഞ്ഞും ഒക്കെയാണോ നിൽക്കുന്നത്? ഇലവാടാത്ത വൃക്ഷം പോലെ ആണോ നമ്മൾ നിൽക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ന ഈ നദി വന്നിരിക്കുന്ന ആ തിരുവഴുത്ത് പറയുമ്പോൾ ജീവജലത്തിന്റെ നദി നമ്മളിൽ നിന്ന് ഒഴുകുന്നുണ്ടോ? നമുക്ക് കിട്ടി, സമ്മതിച്ചു. നമ്മളിപ്പം ആ വെള്ളത്തിൽ നിന്നാണ് വളരുന്നതെന്ന് ഇരുന്നുണ്ട്. പക്ഷെ നമ്മളിൽ നിന്ന് ഇത് ഒഴുകുന്നുണ്ടോ? അനേകർക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇത് തന്നേക്കുന്നു. നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മളിലൂടെ അല്ലെങ്കിൽ ആ നദിയുടെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇന്നലെ രാത്രി പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗം തന്നെ ഞാൻ ചിന്തിക്കാനായിട്ട് കാരണമായിട്ട് എടുത്ത്. കാരണം ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ജീവനുള്ള എല്ലാ പ്രാണി ജീവൻ വെച്ച് എഴുന്നേൽക്കും. അതുപോലെ നമ്മൾ ഈ നദി പകർന്നിട്ടുണ്ട്. ഈ നദിയുമായി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നതിനെയൊക്കെ ചലിപ്പിക്കാൻ കഴിയണം. പക്ഷെ ഒട്ടും ചലനമില്ലാത്ത ചെളി പോലെ കിടക്കുന്ന, ചേറ്റുകണ്ടം പോലെ കിടക്കുന്നതിനൊക്കെ വിട്ടേക്ക്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേങ്കിൽ അല്പമെങ്കിലും ജീവനുള്ള അതിനെയൊക്കെ ചലിപ്പിക്കാനായിട്ട് നമ്മളുടെ ഉള്ള ഈ നദിക്ക് കഴിയണം. ഇത് ഒഴുകി ചെല്ലുന്ന അതുപോലെ വിശ്വസിക്കുള്ള തിരുവഴുത്ത് ജീവജലത്തിന് നദികൾ ഒഴുകണമെന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയാൽ മാത്രം പോലെ നമ്മൾ കൊടുക്കാനും കൂടെ പഠിക്കും. നമ്മൾ ഇന്ന് അത് ഒഴുകണം. ഒഴുകുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ ചെന്ന് നിൽക്കുന്നിടത്ത് ഈ നദി നമ്മൾ ഇന്ന് ഇത്രയും നാൾ നമ്മൾ ഇരുന്ന് പ്രാപിച്ചു എല്ലാം ചെയ്തു. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നദി നമ്മൾ ഇന്ന് ഒഴുകുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. കാരണം നമുക്ക് തന്നെ എന്ത് കാര്യം, ഒരു പാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമെങ്കിൽ അത് നിറഞ്ഞ് കവിഞ്ഞാൽ മാത്രമേ തുളുമ്പത്തുള്ളൂ, പിന്നെ അത് ഒഴുകത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ അളവിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് എന്തോ എവിടെയോ നമ്മൾ ശരിയാകാനുണ്ട്. നമുക്ക് എവിടെയോ നമ്മൾ ഇന്നത് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് എന്താണ് കാരണമെന്ന് അറിഞ്ഞ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അല്പം തരാമെന്നല്ല പറഞ്ഞത്. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുക നമ്മൾ അനേകർ കൊടുക്കാൻ ഭാഗത്ത് നമ്മളിലേക്ക് തരുമെന്ന് പറഞ്ഞ് അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലേ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പലരും ഇന്ന് പരിശുദ്ധാത്മാവിന് വില കുറച്ച കാണാൻ ആവശ്യമില്ലെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ, പരിശുദ്ധാത്മാവ് ഇല്ലാതെ, ആ ഒഴുക്ക് നമ്മളില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിനായിട്ട് എല്ലാവരും ഇന്ന് ആ നമ്മൾ എങ്ങനെയുള്ള നദി ചെല്ലുന്ന 3 സ്ഥലത്ത് നമ്മൾ ഈ നദിയെക്കുറിച്ച് മൊത്തം 4 സ്ഥലത്തേക്ക് ഈ നദിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞേക്കുന്ന ഭാഗം എടുത്ത് ഇവിടെ ഒഴുകുന്ന നദിയെ പോലെ തന്നെയാണോ നമ്മളിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി ഈ ദിവസങ്ങളിൽ അനേകർക്ക് ജീവജലത്തിന്റെ നദി നമ്മളിൽ നിന്ന് ഒഴുകി അനേകർക്ക് അത് അനുഭവിക്കാൻ തക്കവണ്ണം അതിന്റെ വിടുതൽ അനുഭവിക്കാൻ തക്കവണ്ണം അത് വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി മാറ്റാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.